മഴക്കാലമായ കണ്ടുവരുന്ന ഒരു ട്രാൻസ്പോർട്ടിനെ ബാധിക്കുന്ന ഒരു ലീഫുകൾ കംപ്ലീറ്റ് യെല്ലോ സ്പോട്ട് വന്നിട്ട് ഇങ്ങനെ നിറയെ സ്പോട്ടായി നിറയെ പിന്നെ ലീഫ് കാണാതെ നിറയെ ലീഫിലുണ്ടത് യെല്ലോ സ്പോട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു മരുന്ന് എൻ്റേതായ ഐഡിയയിൽ അടിച്ചതാണ്. അപ്പോൾ അത് യെല്ലോ സ്പോട്ടൊക്കെ പോയി അതിപ്പോൾ ബ്രൗൺ കളറായി. സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴും അതിൻ്റെ കടഭാഗത്തു നിന്നാണ് വ്യത്യാസം കാട്ടിയത്. സ്റ്റാർട്ട് ചെയ്ത് മഴക്കാലത്താണ് ഉണ്ടാകുന്നത്. തലഭാഗത്ത് അങ്ങനെ ഇല്ല, കടഭാഗത്താണ് അധികം. പിന്നെ യെല്ലോ സ്പോട്ടായിട്ടാണ് വരിക സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ കടയിൽ പോകുന്നത് എനിക്ക് ആ മരുന്നടിച്ചപ്പോഴൊക്കെ ബ്രൗൺ കളറായി. തലഭാഗത്ത് അങ്ങനെ ഇല്ല, കടഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പോട്ട് പുതിയ കൂമ്പ് വരുന്നതെല്ലാം അധികം കാണാം. പഴയ തണ്ടിലുണ്ടാവില്ല, പുതിയ കൂമ്പ് വരുമ്പോൾ ആ കൂമ്പിലാണ് അധികം കാണാം. പഴയതിൽ അധികം എഫക്റ്റ് ചെയ്യുന്നില്ല, ചെറുതായ രീതിയിലുള്ളൂ. പുതിയ കൂമ്പ് വരുമ്പോൾ അല്ലാത്ത നിറയെ സ്പോട്ട് ഉണ്ടാകുന്നുണ്ട്. കടഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തതിന് വരും. ഇന്നലെ അതിനൊക്കെ ചെറുതായിട്ട് എൻ്റെ ഐഡിയയിലൊരു മരുന്ന് അടിച്ചാൽ അതിനൊക്കെ ബ്രൗൺ കളറായി കഴിക്കുന്നില്ല. യെല്ലോ സ്പോട്ടായിരുന്നു, ഇപ്പോൾ ബ്രൗണായി ഇതാക്കി ഇപ്പോഴും. പക്ഷെ മഴ കണ്ടിന്യൂസ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് അടിച്ചിട്ട് വലിയ പ്രയോജനമില്ല. മഴ നമ്മൾ കൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഷീറ്റ് മുകളിൽ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഷെയ്ഡായിട്ട് അടിക്കാമെന്ന് വിചാരിക്കും. പച്ച ഷീറ്റ് അങ്ങനെ അടിച്ച് മഴയും കുറയും. അപ്പോൾ വെയിലും നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ പഴയ പോലെയല്ല, ഭയങ്കര വെയിലും ചില സമയത്ത് ഭയങ്കര വെയിലും മഴയും കണ്ടിന്യൂസ് നിൽക്കുന്നതുകൊണ്ട് ട്രാൻസ്പോർട്ടിന് പറ്റണില്ല. അപ്പോൾ ഒരു ഷെയ്ഡ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ മഞ്ഞപ്പോഴുണ്ട് മൊത്തം. ബേബി സിറോഡ എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാന്റ് ഇത് ഞാൻ വെച്ച് പൊടിച്ച് വരുന്നുണ്ടായുള്ളൂ. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അത് യെല്ലോ സ്പോട്ട്. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഇന്നലെ അടിച്ച് എൻ്റെ ഐഡിയയിലുള്ളൊരു മരുന്ന് ഞാൻ അടിച്ച് അതിൻ്റെ ഗുണം കാണുന്നുണ്ട്. പക്ഷെ അത് മൊത്തം സ്പ്രേ അടിക്കണം. ഞാൻ ആ സ്പോട്ടിൽ മാത്രമേ അടിച്ചിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ആകെ ബക്കറ്റിൽ കലക്കിയിട്ട് ആകെ മൊത്തത്തിലൊരു അടി അടിക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. പിന്നെ അടിച്ചാലും മഴ കണ്ടിന്യൂസ് കൊണ്ട് നമ്മൾ അടിച്ചിട്ട് വലിയ പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും ഷീറ്റ് അടിച്ചതിന് ശേഷം ഇനി മരുന്നൊക്കെ അടിക്കുകയുള്ളൂ. മുകളിൽ ഞാൻ ഷീറ്റ് അടിക്കുന്നുണ്ട്. ഷീറ്റ് മീൻസ് മറ്റേ പച്ച ഷീറ്റ്, പച്ചത്തുണി കൊണ്ടുള്ള ഷീറ്റ്. അപ്പോൾ അത് മഴ അധികം കൊള്ളയില്ല, വെയിൽ അത്യാവശ്യം വെയിൽ ഇതിൽ കിട്ടുകയും ചെയ്യും. വെയിൽ അത്യാവശ്യത്തിനുള്ള വെയിൽ കിട്ടും, ഓവർ വെയിൽ കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. അതെൻ്റെ ഷുഗർ റേറ്റ് കൂടെ ഗ്രാഫ്റ്റ് ചെയ്താണിത്. ഇത്ര വളർന്ന് ഇത്ര ആയിട്ടുണ്ട് ഷുഗർ റേറ്റ്. അതും ഷുഗർ റേറ്റാണ്, അതും വളർന്ന് വരുന്നുണ്ട് ഷുഗർ റേറ്റ്. ഓരോ പ്ലാന്റുമ്പോൾ തന്നെ 3 എണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് 3-4 ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് യെല്ലോ ഡ്രാഗണോ, യെല്ലോ മറ്റേ ഇസ്രേലി യെല്ലോ. അതുവരെ ഫ്രൂട്ടായിട്ടില്ല, ഫ്ലവർ ചെയ്തിട്ടില്ല. 1.5 വർഷം കഴിഞ്ഞ് യെല്ലോ 2 വർഷമാവുന്നതാണ് പറയുന്നത്. എൻ്റെ ഫ്രൂട്ട് ആവാൻ സാറ് 2 വർഷം എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതുവരെ ഫ്രൂട്ടായിട്ടില്ല യെല്ലോ ഒന്നും. അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാനൊന്ന് ഷീറ്റ് അടിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം.